അടുത്തതായി കോൺട്രാ വൗച്ചറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കോൺട്രാ വൗച്ചർ സെലക്ട് ചെയ്യുക. കോൺട്രാ വൗച്ചർ സെലക്ട് ചെയ്യാനായി F4 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അതല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് കോൺട്രാ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. കോൺട്രാ വൗച്ചർ ഓപ്പൺ ആയിട്ടുണ്ട്. കോൺട്രാ വൗച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ്സ്, ക്യാഷ് വിഡ്രോവൽ, ബാങ്ക് ടു ബാങ്ക് ഈ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതും ഒരു ബാങ്കിൽ നിന്ന് നമ്മുടെ തന്നെ മറ്റൊരു ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് പൊതുവായിട്ട് നമ്മൾ കോൺട്രാ വൗച്ചർ ഉപയോഗിക്കുന്നത്. മറ്റൊരു ട്രാൻസാക്ഷനും നമ്മൾ കോൺട്രാ വൗച്ചർ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ക്യാഷ് എന്നുള്ള അക്കൗണ്ടിനെയാണ്. ഏത് അക്കൗണ്ടിലേക്കാണോ ഫണ്ട് വരുന്നത് ആ അക്കൗണ്ടിനെയാണ് അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ഫണ്ട് നമ്മുടെ ക്യാഷ് അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. സോ ക്യാഷ് എന്നുള്ള അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നത് ബാങ്കാണ്. ബാങ്കിൽ നിന്നാണ് ഫണ്ട് ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് പേ ചെയ്യുന്ന അക്കൗണ്ടിനെ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. 10,000 റുപ്പീസാണ് ബാങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. 10,000 റുപ്പീസ് എൻ്റർ ചെയ്യുക. നരേഷൻ, ചെക്ക് നമ്പർ, ചെക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ചെക്കിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. ATM നിന്നാണെങ്കിൽ ATMൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇവിടെ ഞാൻ ചെക്ക് ഉപയോഗിച്ചിട്ടാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ചെക്കിൻ്റെ നമ്പർ ഞാൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എൻട്രി ആണെങ്കിൽ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ റിസീവ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടാണ്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ട് എന്നുള്ള സ്ഥാനത്ത് റിസീവ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിനെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പർട്ടിക്കുലേഴ്സിലേക്ക് പേ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണോ അതിനെയാണ് പർട്ടിക്കുലേഴ്സിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം റിസീവ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടും പേയ്മെൻറ്റ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടുമാണ്. ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. 4,000 റുപ്പീസ് ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത്. നരേഷൻ കൊടുക്കാം. വൗച്ചർ ആക്സെപ്റ്റ് ചെയ്യാം. ഇതേ രീതിയിലാണ് കോൺട്രാ വൗച്ചറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. റെസീറ്റ് അതുപോലെ പേയ്മെൻറ്റ് വൗച്ചർ നമ്മൾ നേരത്തെ കണ്ടു. അതിൽ സിംഗിൾ എൻട്രി മോഡും ഡബിൾ എൻട്രി മോഡും ഉണ്ട്. അതുപോലെ തന്നെ കോൺട്രാ വൗച്ചറിനും സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി മോഡുകളുണ്ട്. ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് സിംഗിൾ എൻട്രി മോഡാണ്. ഇതിനെ ചേഞ്ച് ചെയ്ത് ഡബിൾ എൻട്രി മോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ F12 പ്രസ് ചെയ്യുക. യൂസ് സിംഗിൾ എൻട്രി മോഡ് ഫോർ പേയ്മെൻറ്റ് റെസീപ്റ്റ് കോൺട്രാ. ഇത് നിലവിൽ ആക്റ്റീവാണ്. അത് നോ ആക്കുകയാണെങ്കിൽ, അത് ഓഫ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡബിൾ എൻട്രി മോഡിലേക്ക് വരാൻ സാധിക്കും. അക്സെപ്റ്റ് ചെയ്യുക. ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് എങ്കിൽ നമ്മൾ അതിൻ്റെ എൻട്രി പറയുമ്പോൾ സ്റ്റേറ്റ് ബാങ്കിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ക്രെഡിറ്റിൻ്റെ സ്ഥാനത്ത് ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. 2,000 റുപ്പീസാണ് നമ്മൾ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ 2,000 റുപ്പീസ് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇനി ഫണ്ട് വരുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ സെലക്ട് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്യുക. ഇനി ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ എൻട്രി പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നാണ്. ബാങ്കിനെയാണ് അവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. 1,000 റുപ്പീസ് ഞാൻ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ 1,000 റുപ്പീസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. 1,000 റുപ്പീസ് ക്യാഷ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്യും. ഇതേ രീതിയിലാണ് ഡബിൾ എൻട്രി ഫോർമാറ്റിൽ കോൺട്രാ വൗച്ചറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. F12 പ്രസ് ചെയ്ത് നമുക്ക് സിംഗിൾ എൻട്രി മോഡിലേക്ക് മാറ്റാനും സാധിക്കും. സിംഗിൾ എൻട്രി മോഡിൽ വളരെ എളുപ്പത്തിൽ ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം.